ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് CTETനും CTETനും LPSAയ്ക്കും UPSA പരീക്ഷയ്ക്കും HS പരീക്ഷയ്ക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ളൊരു ഇംഗ്ലീഷിൻ്റെ കുറച്ച് സോൾവ്ഡ് ക്വസ്റ്റ്യൻസും ടീച്ചിങ് അപ്രോച്ചസിനെ പറ്റിയും പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതായത് ഇംഗ്ലീഷിലാണ് അപ്രോച്ചസ് ടു ലാംഗ്വേജ്, അതിനെയും കൂടി പറ്റി പറയാനായിട്ട് കുറേ അപ്രോച്ചുകളുണ്ട്. അതിനെ കൂടെ പറ്റി പറയാനാണ് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷിലാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് നോണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുകയാണ്. Choose the correct preposition. Choose the correct preposition. അതിൽ ഒന്നാമത്തെ പറയുന്നു, The government is often indirect dash people problems. കുറച്ചുപേരിൽ കൂടി പറയുന്നു, The government is often indifferent dash people problems. A. About. B. At. C. With. D. To. The government is often indifferent dash people problems. ഉത്തരം അറിയാമെങ്കിൽ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് കമൻറ്റ് ചെയ്യാം. The government is often indifferent dash people's problem. A. About 10. B. At. C. With. D. To. ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഉത്തരം ഡി 2 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കുറേ സെൻറ്റൻസ് പറയും, അതിൽ സ്യൂട്ടബിളായ സെൻറ്റൻസ് കമൻറ്റ് ചെയ്യുക. കുറേ സെൻറ്റൻസ് പറയും, അതിൽ സ്യൂട്ടബിളായ സെൻറ്റൻസ് കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ പറയാൻ പോവുകയാണ്. The Ganga is an holy river. The Ganga is an holy river. B. The Ganga is the holy river. The Ganga is the holy river. C. The Ganga is a holy river. D. The Ganga is a holy river. അപ്പോൾ ഒരിക്കൽ കൂടി ഓപ്ഷൻ പറയുന്നു. The Ganga is an holy river. B. The Ganga is the holy river. C. The Ganga is a holy river. D. Ganga is a holy river. Which is the suitable article? Suitable article ആണ് ചോദിച്ചിരിക്കുന്നത്. suitable article ഏതാണെന്നും കമൻറ്റ് ചെയ്യുക. എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയുന്നു. The Ganga is an holy river. B. The Ganga is the holy river. C. The Ganga is a holy river. D. Ganga is a holy river. ഇതിൽ ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഉത്തരം സി ആണ്. കറക്റ്റ് ആർട്ടിക്കിളായിട്ട് വരുന്നത് The Ganga is a holy river ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. The phrasal verb look up, അതായത് ലുക്കപ്പിൻ്റെ ഫ്രേസൽ വെർബ് പറയാനാണ്. ലുക്കപ്പിൻ്റെ ഫ്രേസൽ വെർബ് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് ടൈപ്പ് ചെയ്യണം. ലുക്കപ്പ് മീൻസ് ഓപ്ഷൻസ്: എ. ലുക്ക് അപ്വേർഡ്. ബി. റഫർ. സി. എക്സാമിൻ. ഡി. നൺ ഓഫ് ദീസ്. അപ്പോൾ ലുക്കപ്പിൻ്റെ മീനിങ് പറയാനാണ്.
എ ലുക്ക് അപ്വേർഡ്സ്, ബി റെഫർ, സി എക്സാമിൻ. അപ്പോൾ ലുക്കപ്പിൻ്റെ ഫ്രേസൽ വെർബ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഉത്തരം ബി ആണ്, അതായത് റഫർ. റഫറാണ് കറക്റ്റ് ഉത്തരം. അതുപോലെ തന്നെ ഫ്രേസൽ വെർബിനെ പറ്റി കുറച്ച് ടേമുകൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ള ഒരു ടിപ്പാണ്. ഇത് തീർച്ചയായും ഉപകാരപ്പെടും. അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, അതിന് പറയുന്നതാണ് ഗെറ്റ് അപ്പ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഗെറ്റ് അപ്പ്. ഇതൊരു കഥ രീതിയിലാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഗെറ്റ് അപ്പ്. ലൈറ്റ് ഓൺ ചെയ്യുന്നു, ടേൺ ഓൺ. ലൈറ്റ് ഓൺ ചെയ്യുന്നു, ടേൺ ഓൺ. ഫാൻ ഓഫ് ചെയ്യുന്നു, ടേൺ ഓഫ്. ഫാൻ ഓഫ് ചെയ്യുന്നു, ടേൺ ഓഫ്. നൈറ്റ് ഡ്രസ് അഴിച്ചു വെക്കുന്നു, ടേക്ക് ഓഫ്. നൈറ്റ് ഡ്രസ് അഴിച്ചു വെക്കുന്നു, ടേക്ക് ഓഫ്. ജേഴ്സി ധരിക്കുന്നു, പുട്ട് ഓൺ. ജേഴ്സി ധരിക്കുന്നു, പുട്ട് ഓൺ. പുറത്തിറങ്ങുന്ന സമയം പത്രം ഓടിച്ചൊന്ന് വായിക്കുന്നു, ഗോ ത്രൂ. പുറത്തിറങ്ങുന്ന സമയം പത്രം ഓടിച്ചൊന്ന് വായിക്കുന്നു, ഗോ ത്രൂ. ഗ്രൗണ്ടിലേക്ക് പുറപ്പെടുന്നു, ഗ്രൗണ്ടിലേക്ക് പുറപ്പെടുന്നു. പോകുന്നത് ബൈക്കിലാണ്. അപ്പം ഗ്രൗണ്ടിലേക്ക് പുറപ്പെടുന്നു, സെറ്റ് ഔട്ട്. ബൈക്കിൻ്റെ മുകളിൽ കയറുന്നു, സെറ്റ് ഓഫ്. മുകളിൽ കയറിയിരുന്നു, അതായത് ഗെറ്റ് ഓൺ. ഗ്രൗണ്ടിലെത്തുന്നു, ടേൺ അപ്പ്. ബൈക്കിൽ നിന്നിറങ്ങുന്നു, ഗെറ്റ് ഓഫ്. അപ്പോഴാണ് അറിഞ്ഞത് കളി മാറ്റി വെച്ചിരിക്കുന്നു, അതാണ് പുട്ട് ഓഫ്. അവിടെ കറങ്ങി നടക്കുന്നു, സുഹൃത്തുക്കളെ കണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നു, അതാണ് കം അക്രോസ്. അവരുമായി ആശയവിനിമയം നടത്തുന്നു, അതായത് പുട്ട് അക്രോസ്. എന്നിട്ട് തിരിച്ചു പോകുന്നു, ഗെറ്റ് ബാക്ക് അല്ലെങ്കിൽ കം ബാക്ക്. അപ്പോൾ ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കാൻ കൂടെ വേണ്ടി ചില കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ലൈറ്റ് ഓൺ ചെയ്യുന്നു, അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഗെറ്റ് അപ്പ്. ലൈറ്റ് ഓൺ ചെയ്യുന്നു, ടേൺ ഓൺ. ഫാൻ ഓഫ് ചെയ്യുന്നു, ടേൺ ഓഫ്. നൈറ്റ് ഡ്രസ് അഴിച്ചു വെക്കുന്നു, ടേക്ക് ഓഫ്. ജേഴ്സി ധരിക്കുന്നു, പുട്ട് ഓൺ. പുറത്തിറങ്ങുന്നു സമയം പത്രം ഓടിച്ചെന്ന് വായിക്കുന്നു, ഗോ ത്രൂ. അപ്പോൾ ഇത്രയും ഒന്നും കൂടെ പറയാം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, അതിൻ്റെ ഒരു ഫ്രേസൽ വെർബാണ് ഗെറ്റ് അപ്പ്. ലൈറ്റ് ഓൺ ചെയ്യുന്നു, ടേൺ ഓൺ. ഫാൻ ഓഫ് ചെയ്യുന്നു, ടേൺ ഓഫ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഗെറ്റ് അപ്പ്. ലൈറ്റ് ഓൺ ചെയ്യുന്നു, ടേൺ ഓൺ. ഫാൻ ഓഫ് ചെയ്യുന്നു, ടേൺ ഓഫ്. നൈറ്റ് ഡ്രസ് അഴിച്ചു വയ്ക്കുന്നു, ടേക്ക് ഓഫ്. ജേഴ്സി ധരിക്കുന്നു, പുട്ട് ഓൺ. പുറത്തിറങ്ങുന്ന സമയം പത്രം ഓടിച്ചൊന്ന് വായിക്കുന്നു, ഗോ ത്രൂ. ഗ്രൗണ്ടിലേക്ക് പുറപ്പെടാൻ പോകുന്നു, അതായത് ബൈക്കിലാണ്. അപ്പോൾ അതിനെ സെറ്റ് ഔട്ട് എന്നോ സെറ്റ് ഓഫ് എന്നും പറയാം. അതുപോലെ തന്നെ ബൈക്കിൻ്റെ മുകളിൽ കയറുന്നു, ഗെറ്റ് ഓൺ. ഗ്രൗണ്ടിലെത്തുന്നു, ടേൺ ഓൺ. ബൈക്കിൽ നിന്നിറങ്ങുന്നു, ഗെറ്റ് ഓഫ്. അപ്പോൾ ആണ് അറിഞ്ഞത് കളി മാറ്റി വച്ചിരിക്കുന്നു, അതായത് പുട്ട് ഓഫ്. അവിടെ കറങ്ങി നടക്കുന്നു, സുഹൃത്തുക്കളെ കണ്ട് മടങ്ങുന്നു, കം അക്രോസ്. അവരുമായി ആശയവിനിമയം നടത്തുന്നു, പുട്ട് അക്രോസ്. എന്നിട്ട് തിരിച്ചു പോകുന്നു,
ഗെറ്റ് ബാക്ക് ആൻഡ് കം ബാക്ക്. അപ്പോൾ ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന ചില ചോദ്യങ്ങളാണ്, സന്ദർഭങ്ങളാണ് പറയുന്നത്. ഈ സന്ദർഭം ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ താരതമ്യം ചെയ്ത് ഈസി ആയിട്ട് ആൻസർ സ്കോർ ചെയ്യാൻ പറ്റും. അത് ഒരിക്കൽ കൂടി പറയുന്നു. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഗെറ്റ് അപ്പ്. ലൈറ്റ് ഓൺ ചെയ്യുന്നു, ടേൺ ഓൺ. ഫാൻ ഓഫ് ചെയ്യുന്നു, ടേൺ ഓഫ്. നൈറ്റ് ഡ്രസ് അഴിച്ചു വയ്ക്കുന്നു, ടേക്ക് ഓഫ്. ജേഴ്സി ധരിക്കുന്നു, പുട്ട് ഓൺ. പുറത്തിറങ്ങുന്ന സമയം പത്രം ഓടിച്ചെന്ന് വായിക്കുന്നു, ഗോ ത്രൂ. ഗ്രൗണ്ടിലേക്ക് പുറപ്പെടാൻ പോകുന്ന ബൈക്കിലാണ്, അപ്പോൾ സെറ്റ് ഔട്ട് അല്ലെങ്കിൽ സെറ്റ് ഓഫ് എന്ന് പറയാം. ബൈക്കിൻ്റെ മുകളിൽ കയറുന്നു, ഗെറ്റ് ഓൺ. ഗ്രൗണ്ടിലെത്തുന്നു, ടേൺ അപ്പ്. ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നു, ഗെറ്റ് ഓഫ്. അപ്പോഴാണ് അറിഞ്ഞത് കളി മാറ്റി വെച്ചിരിക്കുന്നു, പുട്ട് ഓഫ്. അവിടെ കറങ്ങി നടക്കുന്നു, സുഹൃത്തുക്കളെ കണ്ടു മടങ്ങുന്നു, കം അക്രോസ്. അവരുമായി ആശയവിനിമയം നടത്തുന്നു, പുട്ട് അക്രോസ്. ആശയവിനിമയം നടത്തുന്നു എന്നിട്ട് തിരിച്ചു പോകുന്നു, ഗെറ്റ് ബാക്ക് ആൻഡ് കം ബാക്ക്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട് സന്ദർഭങ്ങളും ടേമുകളുമാണ് പറഞ്ഞത്. നിങ്ങൾ ആദ്യമായിട്ടായി ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ജോബിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, അതിൽ ആദ്യത്തെ 100 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ജോബ് റിപ്പോർട്ടുകൾ ഇടുന്നതാണ്. ജോബ് റിപ്പോർട്ടിംഗ് ചാനൽ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ലുക്കപ്പിൻ്റെ ഫ്രേസൽ വെർബ് ഏതാണെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, റെഫർ. ലുക്കപ്പിൻ്റെ ഫ്രേസൽ വെർബാണ് റെഫർ. അടുത്തത് TBLT. ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ഒരു ചോദ്യം. TBLT അതായത് ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ്. അതായത് TBLTയുടെ ഫുൾ ഫോമാണ് ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ്. ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ്. ഈ ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് വാസ് പോപ്പുലറൈസ്ഡ് ബൈ NS പ്രഭു. അപ്പോൾ ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് പോപ്പുലറൈസ്ഡ് ബൈ NS പ്രഭു. ദ കൺസോൾ ഈസ് ദ ഇൻസ്ട്രക്ടേഴ്സ് റൂം. ദ കൺസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ടേഴ്സ് റൂമാണ്. ദ കൺസോൾസ് ഈസ് ഇൻസ്ട്രക്ടേഴ്സ് റൂം. Then the strategy of presenting a problem or event in artificially created situation similar to the real ones is called simulation. അപ്പോൾ the strategy of presenting a problem or an event in artificially created situation similar to real one is called simulation. ക്വസ്റ്റ്യൻ കൂടി പറയുന്നു, ദ സ്ട്രാറ്റജി ഓഫ് പ്രസൻറ്റിംഗ് എ പ്രോബ്ലം ഇൻ ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് സിറ്റുവേഷൻ സിമിലർ ടു റിയൽ വൺസ് ഈസ് കാൾഡ്. ഉത്തരം സിമുലേഷൻ. നെക്സ്റ്റ്, കൺസ്ട്രക്റ്റിവിസം സ്ട്രെസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, കൺസ്ട്രക്റ്റിവിസത്തിൽ സ്ട്രെസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ, ലേണിംഗ് ഈസ് കൺസ്ട്രക്ഷൻ ഓഫ് നോളജ്. ലേണിംഗ് ഈസ് കൺസ്ട്രക്ഷൻ ഓഫ് knowledge. Next, B, learning involves problem solving. Learning involves problem solving. C, learning is product of natural process. Learning is product of natural process. But constructivism stress that learning is construction of knowledge. Learning involves problem solving. Learning is a product of natural process. ഇതെല്ലാമാണ് കൺസ്ട്രക്റ്റിവിസം സ്ട്രെസ് ചെയ്യുന്നത്. Then next question, language acquisition device was an idea first put forward by നോം ചോംസ്കി.
The language acquisition device was an idea, the first put forward by answer Noam Chomsky. The language acquisition device was an idea first put forward answer Noam Chomsky. Okay, then next question. She broke off her marriage with Gopal. The phrasal verb break off means options A. Fix, B. Carry out, C. End. She broke off her marriage with Gopal. The phrasal verb break off means options A. Fix, B. Carry out, C. End. ഉത്തരം പറയാനുള്ള സമയമാണ്. The phrasal verb break off answer end. Phrasal verb break off ആൻസർ എൻഡ്. അപ്പോൾ ഫ്രേസൽ വെർബുമായി കുറേ കഥകൾ രീതിയിൽ തന്നെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആദ്യം തൊട്ട് ആ ലൈവ് കേൾക്കുകയാണെങ്കിൽ ഫ്രേസൽ വെർബിൻ്റെ കുറേ ടേംസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. CCE means CCE means continuous and comprehensive evaluation. CCE means continuous and comprehensive evaluation. Next, the theory that Howard Gardner introduced is options A. Theory of multiple intelligence, B. Theory of grading, C. Theory of summative evaluation. Question. The theory that Howard Gardner introduced is A. Theory of multiple intelligence, B. Theory of grading, C. Theory of summative evaluation. ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. The theory of Howard Gardner introduced. Answer A. Theory of multiple intelligence. Okay, then next phrasal verb phrase take advantage of something means take advantage of something. A phrase to make good use of something. But take advantage of something means to make good use of something. Take advantage of something means to make good use of something. Okay, then refrain synonym ആണ് ചോദിച്ചിരിക്കുന്നത്. refrain synonym to stop doing something. refrain synonym to stop doing something. The word safeguard means protect. The word safeguard means protect. കുറേ നല്ല ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ തീർച്ചയായും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണം. നെക്സ്റ്റ്, അപ്രോച്ചസ് ടു ലാംഗ്വേജ്. Next topic is approaches to language. First one, analytical approach. Analytic approach is a behavioral in nature. Analytical approach is behavioral in nature. Language is considered as one entity without breaking down into its components like vocabulary, structure, etc. Okay, analytical approach is a behavioral in nature. Language is considered as one entity without breaking down into its components like vocabulary, structure, etc. A variety of structures are considered even from the
beginning. A variety of structures are considered even from the beginning, but the units are not grammatical title. The units are not in grammatical title. The purpose for which we use language is given more importance. Purpose for which we use language is given more importance in analytical approach. The learners have recognized the linguistic components of language behavioral which they are exposed to. അപ്പോൾ analytical approach is a behavioral nature. Language is considered one entity without breaking down into its components like vocabulary, structure, etc. A variety structures are considered even from the beginning, but the units are not labeled in grammatical title. The purpose for which use language is given more importance. The purpose which we use language is given more importance in analytical approach. Okay. The learners have to recognize the linguistic components of language behavior which they exposed. First one, analytical approach. Okay, then synthetic approach. Second one, synthetic approach. The parts component of a target language is separately step by step. The components of a target language is separately step by step in synthetic approach, so that acquisition is process of gradual accumulation of parts. So that acquisition is process of gradual accumulation of parts until the whole structure of language has been built up. Okay, synthetic approach. The components of target language is separately step by step, so that acquisition is process of gradually accumulation of parts until the whole structure of language has been built up. The end product of learning is given importance. The end product of the learning is given important. It is product oriented. It is product oriented. Synthetic approach is very important. But the synthetic approach, the components of target language is tough separately step by step, so that acquisition is process of gradual accumulation of parts until the whole structure of language has been built up. The end product of the learning is given importance. It is product oriented. It is product oriented. ഫസ്റ്റ് വൺ അനലിറ്റിക്കൽ അപ്രോച്ച് പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് സിന്തറ്റിക് അപ്രോച്ചും പറഞ്ഞു കഴിഞ്ഞു. ദെൻ തേർഡ് വൺ situational approach. Then third one, situational approach. The language is always tough in association with some physical characteristics of classroom. The language is always tough in association with some physical characteristics of classroom. Objects, pictures, and activities are used to illustrate the given meaning to the grammatical form. ഇപ്പോൾ സിറ്റുവേഷണൽ അപ്രോച്ചാണ് പറയുന്നത്. The language is always tough in association with some physical characteristics of the classroom. The language is always tough in association with some physical characteristics of the classroom. Object, pictures, and activities are used to illustrate the given meaning to the grammatical form. Object, pictures, activities are used to illustrate the given meaning to the grammatical form. Example, the dialogue between a tailor and a customer can vary in natural situation. Situational approach example, the dialogue between a tailor and a customer can vary in natural situation for their
context may be the complaint about a tight fitting shirt. The dialogue between a tailor and a customer can vary in natural situation. For there, the context may be complaint about the tight fitting shirt, inquiring about the length of a skirt piece, inquiring about the length of skirt piece, pattern of blouse, etc. These are the examples of situational approach. All these contexts may be not practiced in an actual classroom situation. All these contexts may be not practiced in an actual classroom situation. Then fourth one is inductive approach. For first one, analytical approach. Second one, synthetic approach. Third one, situational approach. Then fourth one, inductive approach. In an inductive approach, the teacher presents examples and illustration in systematic order, leading to a general principle. Inductive approach. In an inductive approach, the teacher presents example and illustration in a synthetic order, leading to general principle. This is inductive approach. In an inductive approach, the teacher presents example and illustration in a system order or systematic order, leading to the general principle. This is called inductive approach. Okay, then fifth one is dictative approach. In dictative approach, a principle is stated and then example and illustration are given. Dictative approach means the dictative approach in a principle is stated and example illustration are given. Dictative approach. In dictative approach, a principle is stated and then example and illustration are given. This is called dictative approach. Then sixth one is notional approach. The notional approach, the communicative aspects of language are taken into consideration, giving due importance to grammar and situation. The selection of content is based on unfulness in natural life situation. Notional approach. In the notional approach, the communicative aspects of language are taken into consideration given due to the importance to grammar and situation. The selection of content based on usefulness in natural life situation. That is called notional approach. In notional approach, the communicative aspect of the language are taken into consideration given due to the importance to grammar and situation. The selection of content is based on usefulness in natural life situation. Then seventh one is product approach. Then seventh one is product approach. Product approach is a traditional approach in which students are encouraged to a model text which had been already presented and analyzed at an early stage. Product approach is a traditional approach in which students are encouraged to a model text which has been already presented and analyzed at an early stage. The model texts are presented and natural or peculiarities are highlighted. The model texts are presented and nature and peculiarities are highlighted. Example, the technique writing a story, poetry, letter, etc. For product approach. Example, technique in writing a story,
poetry, letter, etc. Then the process approach. Process approach focus more on varied classroom activities which promote the development of language use. The process approach focus more on varied classroom activities which promote the development language use. Group discussion can effectively used. The process approach. The process approach focused more varied classroom activity which promote the development of language use. Group discussion can be effective used. Through the brainstorming or discussion, idea can be generated which are transferred to rough notes. The idea are organized into mind map, other linear form. These are the process approach. The ninth one is informative approach. Ninth one is informative approach. The language is viewed simply as mean of imparting information without any distinction between the written and the oral form. The language is viewed simply as means of imparting information without any distinction between the written and the oral form. The course of instruction is mainly devoted to learning of words and the study of grammar. This approach is simple and direct on its treatment. This approach is very simple and direct in the treatment. Then 10th one is the language skill approach. Approaches to teaching ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ അനലറ്റിക്കൽ അപ്രോച്ച്, സെക്കൻഡ് സിന്തറ്റിക് അപ്രോച്ച്, തേർഡ് സിറ്റുവേഷണൽ അപ്രോച്ച്, ഫോർത്ത് ഇൻഡക്റ്റീവ് അപ്രോച്ച്, ഫിഫ്ത്ത് deductive approach, sixth notional approach, seventh product approach, eighth the process approach, nine informative approach, 10 the language skill approach. The language skill approach. This approach considered language as an activity rather than knowledge. The language skill approach considered language as an activity rather than knowledge. It advocates that, like all other likes, language ability can be acquired only by practice. The language skill approach advocate like all skills, language ability can be acquired only by practice and careful training. Through the new approach produced a sensational result. Through the new approach produced a sensational result. It was found to be culturally defective since encouraged super knowledge of words and neglect grammar. But the language skill approach through the new approach produced sensational result. It was tending encourage the knowledge of words and neglect grammar. This is language skill approach. അപ്പോൾ 10 ലാംഗ്വേജ് അപ്രോച്ചസിനെ പറ്റിയും പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഒരു പുതിയ ചാനൽ ജോബ് റിപ്പോർട്ടിംഗ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ 100 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ജോബ് റിപ്പോർട്ട് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.